ഹലോ ഗൈസ്, ഞാൻ വീണ്ടും വന്നു. ഞങ്ങൾ വീട്ടിലിരുന്ന് മടുത്തപ്പോൾ ഫ്രണ്ട് പറഞ്ഞു, നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വന്നാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഫാമിലിയും പിന്നെ ഫ്രണ്ടിൻ്റെ ഫാമിലിയും കൂടി ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകാൻ ഇറങ്ങി. അപ്പോൾ പുറത്ത് പോയി ഇറങ്ങി. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു സ്ഥലം, ഏത് സ്ഥലം പോകാമെന്നിങ്ങനെ പോകാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്ന സ്ഥലം എന്ന് പറയുന്നത് പസിൽവുഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ കാർഡിഫിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. കാർഡിഫിൽ നിന്ന് ഏകദേശം 1 hour യാത്രയാണ് ഈ പസിൽവുഡിലേക്ക് പോകാനുള്ളത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഫാമിലി ആയിട്ട് ഞങ്ങൾ പസിൽവുഡിലേക്ക് അങ്ങനെ യാത്ര തിരിച്ചു. അപ്പോൾ അവിടെ എത്തി, അവിടെ അറൈവ് ചെയ്ത് ഇങ്ങനെ അവിടെ ചെന്നപ്പോൾ നല്ലൊരു സ്ഥലം, നമുക്ക് കുറേ ഫാമിലീസും ഉണ്ട്, കുറേ എല്ലാവരും നല്ല മിക്സഡ് ആയിട്ട് ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു വാക്കിംഗ് പ്ലേസാണ്. ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നാട്ടിലേക്ക് ഇങ്ങനെ നടന്ന് അപ്പോൾ കുറേ കുതിരകളും പിന്നെ ഇത് കാണുന്ന പോലെ കുതിരകളുണ്ട്. പിന്നെ നല്ല പ്രകൃതി രമണീയമായ നല്ല സ്ഥലം, നല്ലൊരു പച്ചപ്പ് നിറഞ്ഞ നമ്മുടെ ആദ്യം നമ്മൾ കാഴ്ചബംഗ്ലാവാന്ന് വിചാരിച്ചു. പക്ഷെ കാഴ്ചബംഗ്ലാവല്ല, അതിൽ കുറേ ട്വിസ്റ്റുണ്ട്. നമ്മൾ ചെന്ന് നടക്കുന്നു കഴിഞ്ഞ് ഇപ്പോൾ ഇത് നമ്മൾ കയറി പോകാൻ പോകുന്നത് വേറൊരു അമേസിങ് ഒരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഫാമിലീസിന് എല്ലാവർക്കും പോയി കാണേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ അവിടെ പോയി അവിടെ എല്ലാവരും കൂടി ഇങ്ങനെ പതുക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് വാക്കിങ് ചെയ്ത് എല്ലാവരും കൂടി ഇങ്ങനെ പോവാണ്. അപ്പോൾ എൻ്റെ കൊച്ചിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവളാണെങ്കിൽ അതിങ്ങനെ നന്നായി എൻജോയ് ചെയ്യുന്നത് കണ്ടു. അതേപോലെ നമുക്ക് കാണുമ്പോൾ പിന്നെ അവിടെ അത്യാവശ്യം ഇങ്ങനെ ചെറിയ അവിടെ കുറച്ച് മൃഗങ്ങളും ഒരു വലിയ എന്താ പറയുക, നമ്മൾ എത്തിപ്പെടാൻ പോണത് എവിടേക്കാണ് എന്താണെന്നുള്ളത് നമുക്കൊരു സർപ്രൈസ് പോലെയാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ചിലപ്പോൾ ഫുൾ കാഴ്ച ബംഗ്ലാവായിരിക്കാം, ഇങ്ങനെ കുറേ മൃഗങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് എല്ലാവരും കാണാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ വാക്കിങ് ചെയ്ത് അവിടേക്ക് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഒരു വലിയൊരു കാട്ടിലേക്കാണ് നമുക്ക് കയറാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ പതുക്കെ പോയി ഒരു വലിയൊരു കാട്, ഫുൾ കാടാണ്. അപ്പം ഞങ്ങൾ നടന്ന് എന്താണ് എന്നുള്ളൊരു ഇതിലാണ്, എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മൾ മുമ്പോട്ട് പോണത്. അങ്ങനെ ഞങ്ങൾ പോയി അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു വലിയൊരു കാട്ടിലേക്ക് നമ്മൾ എൻ്ററായി കഴിഞ്ഞപ്പോൾ എന്താ പറയുക, ഫുള്ള് കാട്, നിറയെ മരങ്ങൾ, നല്ല പച്ചപ്പ്, നല്ല രസം, നല്ല ഒരു തണുപ്പ്, എന്നുവെച്ചാൽ വെയിലുകൾ, നല്ല ഉച്ച സമയത്താണ് ഞങ്ങൾ പോയത്. പക്ഷേ ആ ചൂടൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രസമായിരുന്നു. പിന്നെയാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇംഗ്ലീഷ് മൂവീസ്, അങ്ങനെ കുറേ മൂവീസുകളും ഷൂട്ട് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. പിന്നെ എന്താ പറയുക, നല്ല ഏരിയ ആയിരുന്നു. നമ്മളിങ്ങനെ ഇനിയിപ്പോൾ ഇതിന് മുമ്പോട്ട് പോകും തോറും ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള സംഭവങ്ങൾ, എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾ കാണാമായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി കുറേ നടന്ന് നമുക്ക് ആകെ എന്താണ് ചെയ്യേണ്ടതെന്നൊരു ഡൗട്ടായി. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വഴി തെറ്റി. എന്നുവെച്ചാൽ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തേണ്ടതെന്നുള്ളൊരു ഡൗട്ടായി. പിന്നെയാണ് നമുക്ക് ആ പേരായിട്ട് ഞങ്ങൾ മാച്ച് ചെയ്തപ്പോഴാണ് പസിൽ വുഡാണ് അതൊരു ഗെയിം പോലെയാണ് ഇതവർ ഡിസൈൻ ചെയ്തിരിക്കണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് എന്നുള്ളത് കണ്ടെത്തി പോകണം. പല എക്സിറ്റ് വഴികളുണ്ടാവും, പക്ഷെ കുറേ വഴികളുണ്ട്. അത് നമ്മൾക്ക് ഡൗട്ട് വരും. അപ്പോൾ അതേപോലെ ഞങ്ങൾ ഇങ്ങനെ അന്വേഷിച്ച് നടന്ന് നമുക്ക് അവസാനം കണ്ടെത്താൻ പറ്റാത്ത രീതിയിൽ ഞങ്ങൾ മുമ്പോട്ട് പോകുകയാണ്. അങ്ങനെ ഞങ്ങൾ കാണുന്നില്ല, നമ്മൾ ഈ വഴികളൊന്നും കാണുന്നില്ല. പക്ഷെ അതിലോടൊപ്പം നമ്മുടെ ഈ സ്ഥലങ്ങളും കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ കണ്ട് നല്ല രസമുണ്ട്. നമുക്ക് ഈ ഫുള്ളും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ ഇവിടെ ചെറിയ ബോർഡുകൾ കാണാം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ബോർഡുകൾ. ആ ബോർഡുകൾ കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായ ആ ബോർഡിലാണ് ഇതിലേപോലെ 1, 2, 3, 4 അങ്ങനെ പല ഒരു സെക്ഷൻസ് ആയിട്ട് അവിടെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തണം. അതാണ് ഇതിൻ്റെ ഒരു ടാസ്ക്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വാക്കിങ് ചെയ്ത് പതുക്കെ ഞങ്ങൾ അവിടെ സ്ഥലങ്ങൾ കണ്ടെത്തി. ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ചെറിയ പാലങ്ങൾ, ഈ വുഡ് കൊണ്ടുള്ള ചെറിയ പാലങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അവിടെ ചെറിയ ഇരിക്കാനും ജസ്റ്റ് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയ ചില റിലാക്സിങ് പോയിന്റുകൾ, അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് അവിടെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല പച്ചപ്പ്, നല്ല പൂപ്പലും, എന്താ പറയുക, ഒരു
വേറൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് എല്ലാ ഫാമിലീസിനും എല്ലാവർക്കും പോയി കണ്ടിരിക്കേണ്ടതായ ഒരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമ്മറിൽ നമുക്ക് എല്ലാവരും കൂടി പോയി ഫാമിലിയായിട്ട് എൻജോയ് ചെയ്ത് ചെറിയ വാക്കിങ്, ചെറിയൊരു എക്സസൈസ്, അതേപോലെ തന്നെ നമുക്ക് നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ കാണാൻ ഉദ്ദേശിക്കുക ഇങ്ങനെ നമുക്ക് ക്യാമറയിൽ എത്രത്തോളം കാണാൻ എത്രത്തോളം ഭംഗിയുണ്ട് നമുക്കറിയില്ല. പക്ഷേ നമ്മൾ നേരിട്ട് കാണുന്ന ഒരു വെറൈറ്റി ഒരു എക്സ്പീരിയൻസ് ചെയ്യണം. വാക്കിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മസ്റ്റായിട്ട് ഇത് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. എന്തായാലും എല്ലാവരും പോയി ഒന്ന് കാണണം. അതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ നടന്ന് നമ്മൾ വീണ്ടും മുമ്പോട്ട് പോവാണ്. നമുക്ക് ഒരു സ്ഥലത്ത് പോവും, നമ്മൾ അവിടെ നിന്ന് വീണ്ടും തിരിച്ചു വരും, അവിടെ നിന്ന് വീണ്ടും തിരിച്ചു വന്ന് വീണ്ടും നമ്മുടെ സ്ഥലം നമുക്ക് തെറ്റും. അങ്ങനെ നമ്മൾ വീണ്ടും മുമ്പോട്ട് പോകും തോറും നമുക്ക് തിരിച്ച് എങ്ങനെ എത്തും എന്നുള്ള ഒരു ഡൗട്ടിൽ നമ്മൾ മുമ്പോട്ട് പോകാണ്. അങ്ങനെ നല്ലൊരു സ്ഥലം. അങ്ങനെ മുമ്പോട്ട് പോയി നമ്മൾ പല സ്ഥലങ്ങളും നമ്മളിങ്ങനെ എപ്പോൾ എത്തും എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലായി. പിന്നെ ഞങ്ങൾ നടന്ന് അങ്ങനെ പോവുകയാണ്. ഞങ്ങൾ ഇത് പോകാനുള്ള കാരണം എന്ന് വെച്ചാൽ കൊച്ചിന് സ്കൂളില്ല, കുട്ടികൾക്ക് സ്കൂളില്ല. ഇപ്പോൾ സ്കൂൾ കൂട്ടി, അപ്പോൾ ഞാൻ വീട്ടിൽ വെക്കേഷൻ മൂഡ്. അപ്പോൾ ഇവിടെ ഇരുന്ന് കൊച്ച് ബോറടിക്കണം. എനിക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡ്യൂട്ടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒരു ഔട്ടിങ്ങിന് പോയതാണ്. ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തു. അവസാനം ഞങ്ങൾ വഴി കണ്ടെത്തി, ഞങ്ങൾ റിട്ടേൺ തിരിച്ചെത്താറായി. അങ്ങനെ തിരിച്ചെത്തി വഴി ഞങ്ങൾ കൺഫേം ചെയ്ത് ഞങ്ങൾ അങ്ങനെ മുമ്പോട്ട് പോയി.
അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒരു എന്നിട്ട് വീട്ടിലിങ്ങനെ ബോറിംഗ് ഒക്കെ ചെയ്തിരിക്കുന്ന സമയത്ത് ഒരു ചെറിയ ഡ്രൈവ് പ്ലസ് ഒരു ചെറിയൊരു വൈബ്, നല്ലൊരു വൈബാണ്. അപ്പോൾ എല്ലാവരും പോയി കാണുക, എല്ലാവരും എൻജോയ് ചെയ്യുക. ഇങ്ങനെ ഒരു നല്ലൊരു പ്ലേസാണ്. നമുക്ക് ഇപ്പം ഇനിയൊരു നമ്മളൊരു വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും തിരിച്ചെത്തുന്നതായിരിക്കും. പിന്നെ നമുക്കിങ്ങനെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ബൈ, സി യു, ടാറ്റാ.